എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോഴും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയും ജനറേഷനുമൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ജനറേഷൻ മാറിയിരിക്കുകയാണ്. സമാധാനവും സന്തോഷവുമൊക്കെ പല കുടുംബങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. കൺമുൻപിൽ അമ്മ പിടഞ്ഞു വീഴുമ്പോൾ ആ മക്കൾ വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഫറോക്കിലെ ആ വീടിനിയൊരു തീരാ നോവായിട്ട് മാറിയിരിക്കുന്നു. ലഹരിക്ക് പണം നൽകാത്തതിൻ്റെ പേരിലാണ് ഭർത്താവ് തൻ്റെ ഭാര്യയായ മുനീറയെ ആക്രമിച്ചത്. കോഴിക്കോടാണ് ഈ സംഭവം നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന മുനീറ ഇന്ന് പുലർച്ചെയാണ് വിടവാങ്ങിയത്. സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയെ ഇല്ലാതാക്കിയപ്പോൾ തണൽ നഷ്ടപ്പെട്ടത് 6ഉം 8ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾക്കാണ്. ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിയിരുന്ന മുനീറയായിരുന്നു ആ വീട്ടിലെ ഏക ആശ്രയം. എന്നാൽ ലഹരിയിൽ വിവേകം നഷ്ടപ്പെട്ട ഭർത്താവ് അബ്ദുൽ ജബ്ബാർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുനീറയുടെ ജീവനെടുക്കാൻ ശ്രമിച്ചത്. ലഹരി മരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കം ഒരു കൊടുവാളിലൂടെ ആ സ്ത്രീയുടെ ജീവശ്വാസം കവർന്നെടുക്കുന്നതിലാണ് അവസാനിച്ചത്. അമ്മ ജോലിക്ക് പോയി വരുന്നത് കാത്തു നിന്നിരുന്ന ആ കുരുന്നുകൾക്ക് ഇനി ആരുണ്ട് എന്ന ചോദ്യം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുന്നു. ലഹരി മരുന്നിനടിമയായ പിതാവ് ജയിലഴികൾക്കുള്ളിലാവുകയും ജീവനായിരുന്ന അമ്മ മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ ആ മക്കൾ പൂർണ്ണമായും അനാഥരായി. ആ കുടുംബത്തിലെ അത്താണിയായിരുന്നു മുനീറ. ഇനി ആ കുഞ്ഞുങ്ങൾക്ക് ആരാണുള്ളത്? ലഹരി എന്ന വിപത്ത് എത്ര ജീവിതങ്ങളെയാണ് തകർത്തെറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടനായ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വാഹനമോടിച്ച് ഒരുപാട് വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുകയും ഒപ്പം തന്നെ ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയും ഒക്കെ ചെയ്തത്. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഡെയിലി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മദ്യത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അവരൊക്കെ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും അവർക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മക്കളും അതുപോലെ വീട്ടിലുള്ളവരുമൊക്കെ മദ്യവും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുമ്പോൾ ചുറ്റുമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാകുന്നത്. ഈ ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരു ഇച്ഛാശക്തി അത്യാവശ്യമാണ്. സ്വയം തെറ്റുകളിൽ നിന്ന് മാറി കുടുംബങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ മാത്രമേ ഈ മദ്യത്തിൻ്റെ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. മദ്യം ജീവനില്ലാതാക്കിയ ഈ പ്രിയ സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ.